ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബില്ല എന്നും രംഗ എന്നും പേരുള്ള രണ്ട് വ്യക്തികൾ, അവർ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പോൾ വിധിവാചകം കേട്ടിട്ട് പോലും ഈ രണ്ടു പേർക്കും ഒരു കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ല. ശിക്ഷ കാത്ത് ഇവർ തടവിൽ കഴിയുമ്പോൾ എല്ലാം ഇവർ നിർവികാരരായിരുന്നു. അവസാനം വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ജഡ്ജിയുടെ ചോദ്യം കേട്ടപ്പോൾ ഈ രംഗ വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല, പക്ഷേ ഒരു കാര്യം എന്നെ തകർക്കുന്നു. ഞാനൊരു കൊലപാതകിയാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ അമ്മ പോലും എന്നെ തള്ളിക്കളഞ്ഞു. എന്നെ കാണാൻ അവരാരും ജയിലിലും വന്നില്ല. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഇന്ന് എൻ്റെ അമ്മയെങ്കിലും എന്നെ കാണാൻ വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു. ഒടുവിൽ എന്നെ അവസാനമായിട്ട് കാണാൻ വന്ന എൻ്റെ ഒരു സ്നേഹിതനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു വിട്ടു, എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല എന്ന് അവനോട് പറഞ്ഞിരുന്നു. ഇത് അവൻ്റെ ഹൃദയത്തെ തകർത്തു. ഇവിടെ കൊലപാതകിയായ ഒരു മകനെ സ്വന്തമായി കാണാൻ ഈ അമ്മയുടെ ആത്മാഭിമാനം ബോധം അനുവദിക്കുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും കുറവുകളുടെ പേരിൽ, തെറ്റുകളുടെ പേരിലും തെറ്റിദ്ധാരണകളുടെ പേരിലും ഒക്കെ തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അവരെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്ന് എഴുതി തള്ളിയിട്ടുള്ളവരും ഉണ്ടാകാം. എന്നാൽ ഒരിക്കലും നമ്മെ എഴുതി തള്ളാത്ത ഒരു ദൈവമുണ്ട്. മനുഷ്യവംശത്തെ ഒരിക്കലും എഴുതിത്തള്ളാത്ത ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്തതയുമാണ് ക്രിസ്തുമസ്. എന്താണ് ക്രിസ്തുമസ്? മനുഷ്യവംശത്തെ ഒരിക്കലും എഴുതിത്തള്ളാത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുമാണ് ക്രിസ്തുമസ്. തെറ്റ് ചെയ്ത നിത്യനാശത്തിന് വിധേയമായ മനുഷ്യവംശത്തെ ദൈവം എഴുതിത്തള്ളിയില്ല, മറിച്ച് ശിക്ഷയോടൊപ്പം ഒരു രക്ഷകനെയും അവർക്ക് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. അപ്പോൾ ദൈവം മനുഷ്യവംശത്തെ ഒരിക്കലും എഴുതിത്തള്ളാത്തതിൻ്റെയും നിത്യനാശത്തിന് തെറ്റ് ചെയ്ത് വിധേയമായ മനുഷ്യവംശത്തെ ഒരു രക്ഷകനെ കൂടി വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാനം പൂർത്തീകരിച്ച അതാണ് ക്രിസ്മസ്. അതാണ് ക്രിസ്മസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇന്ന് ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ജനിക്കണം. അതാണ് ക്രിസ്മസ്. ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ജനിക്കുന്നുണ്ടോ? എളിമപ്പെടാനും ചെറുതാകാനും വിഷമമുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി. അതാണ് ക്രിസ്മസ്. എന്താണ്? എളിമപ്പെടാനും ചെറുതാകാനും വിഷമമുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി. ഇന്ന് എല്ലാവർക്കും ഞാൻ വലുതാകണം, ഞാൻ വലിയ ആണ് എന്ന് ആക്കി തീർക്കാൻ, കാട്ടിക്കൂട്ടാൻ എന്തെല്ലാം പാടുകൾ പെടുന്നതിൻ്റെ ലോകത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മളും പലപ്പോഴും അങ്ങനെ ആയിത്തീരാറുണ്ട്. അപ്പോൾ ഓരോ ക്രിസ്മസും നമ്മെ ക്ഷണിക്കുന്നത് ചെറുതാകാനാണ്. ഒരു പാട്ടിൽ പാടില്ലേ, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, അല്ലേ? അപ്പോൾ ഒന്ന് ചെറുതാകാൻ തയ്യാറായിരുന്നെങ്കിൽ എന്തുമാത്രം മനസമാധാനം നമുക്ക് ലഭിക്കും. പലരുടെയും ഉറക്കവും സമാധാനം നഷ്ടപ്പെട്ടിട്ട് തന്നെ കാലങ്ങളായി. ഇനി വലിയ മനുഷ്യർക്കേ ചെറുതാകാനായിട്ട് കഴിയൂ. എന്നാൽ ചെറിയ മനുഷ്യരാകട്ടെ എപ്പോഴും
വലിയവരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. വലിയ മനുഷ്യർക്ക് ചെറുതാകാനായിട്ട് പറ്റും, പക്ഷേ ചെറിയ മനുഷ്യരാ എപ്പോഴും വലുതാകാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എവിടെയാ? ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഫിലിപ്പിയർ 2:5-6 വാക്യങ്ങൾ. മനുഷ്യനെ പോലെ ദൈവം കാണപ്പെട്ട ആ തിരുനാളാണ് ക്രിസ്മസ്. അപ്പോൾ ചെറുതാകാൻ കിട്ടിയ അവസരങ്ങളൊക്കെ തിരിച്ചറിയാത്തത് കൊണ്ട് അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ മുറിവും ദുഃഖവും സൃഷ്ടിച്ചിട്ടുണ്ടാകാം, ഉറപ്പാണ്. പുൽക്കൂട്ടിലെ ഈ പുണ്യസുതനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ തകർന്നു വീഴട്ടെ. ചീട്ടുഗോപുരം പോലെ തകർന്നുടയും. ഈ മുറിവുണ്ടാക്കിയവരെല്ലാം, നീ ഇനിയും ഒരുപാട് വളരാനുണ്ട് മോനെ, അതാ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനിയും നീ ഒരുപാട് വളരണം. അതുകൊണ്ടാണ് ചിലതൊക്കെ കേട്ട് നമ്മൾ തകർന്നു പോകുന്നതും പൊട്ടിത്തെറിക്കുന്നതും. നീ ഇനി ഒരുപാട് വളരാനുണ്ട്. എന്തോരമാ പുൽക്കൂടിൻ്റെ വലിപ്പത്തിലേക്ക് എന്ന് തന്നെയല്ലേ ഈ ക്രിസ്തുമസ് എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നത്. ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് ഇനിയും ഒരുപാട് അകലമുണ്ട്. പക്ഷേ വഴികാട്ടാൻ ദൈവത്തിൻ്റെ നക്ഷത്രമുണ്ട്. മറ്റുള്ളവരിലേക്ക് നോക്കാതെ ആ നക്ഷത്രത്തെ പിന്തുടരുക. നാം എത്തേണ്ടയിടത്ത് തന്നെ എത്തിച്ചേരും. എത്തിച്ചേരുന്നുണ്ടോ? മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം തകർന്നു വീഴണം. എളിമയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. വീണ്ടും ഈ നക്ഷത്രങ്ങളെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉൾക്കാഴ്ച വേണം. ഈ ക്രിസ്തുവിൻ്റെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ആകാശത്തിൽ ഉദിച്ചുവെങ്കിലും അത് കണ്ടത് എത്ര പേരാ? 3 ജ്ഞാനികൾ മാത്രമാണ്. കാരണം ഇന്ന് തിരക്കുകൾക്കിടയിൽ ഈ സാധാരണ മനുഷ്യരൊക്കെ ജീവിക്കാനുള്ള അന്നും ഇന്നും ബദ്ധപ്പാടിലാണ്. അപ്പം മണ്ണിലേക്കും മറ്റുള്ളവരിലേക്കും നോക്കി സമയം ചെലവഴിക്കുന്നവരാണ്. എങ്ങനെയാണ് അവർ ആകാശത്തിലേക്ക് നോക്കുക? സമയമില്ല, എല്ലാവർക്കും തിരക്കാം. പ്രത്യേകിച്ച് കോവിഡും പ്രളയം എല്ലാം കഴിഞ്ഞതോടുകൂടി എല്ലാം കൈവിട്ട് പോയ, ചവിട്ടി നിന്ന മണ്ണ് പോലും ചോർന്നു പോയ പോലത്തെ അവസ്ഥയാണ്. ആവലാതിയും പരിഭവങ്ങളും മാത്രമാണ്. എല്ലാം ഓൺലൈനിൽ ഒതുക്കിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ചു. പലരും ഗേറ്റൊക്കെ ലോക്കിട്ട് വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നവരാണ്. ഇനി രക്ഷപ്പെടാനുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന മേഖലയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കോവിഡിന് ശേഷം അധികം അങ്ങ് പോകുന്നില്ല. അധികം ആരും ഇങ്ങോട്ട് വരാറുമില്ല. ചിലർക്ക് അധികാരം വരാനും ഇഷ്ടമില്ല, അധികം ആർക്കും പോകാനും ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആകാശത്തിലേക്ക് ഉന്നതങ്ങളിലേക്ക് നോക്കുന്നത് പതിവില്ല. അതുകൊണ്ട് അവർ നക്ഷത്രം ഉദിച്ചത് അറിയാതെ പോയി. ഈ 3 ജ്ഞാനികൾ മാത്രമാണ് ഈ നക്ഷത്രം കണ്ടത്. പിന്നെ അടുത്ത കാരണം, ആകാശത്തിലാണ് എപ്പോൾ നോക്കിയാലും ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് നക്ഷത്രങ്ങളുടെ ഇടയിൽ പുതിയ ഒരെണ്ണം കൂടി ഉദിച്ചാലും ശ്രദ്ധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ രക്ഷകൻ്റെ നക്ഷത്രത്തെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ദൈവികമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും പഠനവും പ്രാർത്ഥനയും ഒരുപോലെ അത്യാവശ്യമാണ്. അതില്ലാത്തവന് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ക്രിസ്മസും ഒരുപോലെയാണ്. പന്നി, പോത്ത്, ആട്, പശു കുറേ വെട്ടുവാരി തിന്നു അവസാനം വീണ്ടും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓട്ടം പിടിക്കുകയാണ്. പെരുന്നാൾ ഒരിക്കലേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ ഓട്ടമാണ്. പങ്കുവെക്കലും ഇല്ല, കരുണയില്ല, സ്നേഹലും ഇല്ല. എല്ലാം അടിച്ച് കയറ്റും. ഇല്ലാത്ത രോഗങ്ങളെല്ലാം ചാടി പുറത്ത് വരും. അപ്പടി ദഹനകേടും കംപ്ലൈൻറ്റും. എല്ലാവർക്കും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ, നമ്മളിലേക്ക് തന്നെ ഇതാ രക്ഷകനില്ലാത്ത ആ ക്രിസ്മസിലേക്ക് കടന്നു പോകുമ്പോൾ പലപ്പോഴും ബാഹ്യമായ ആഡംബരങ്ങളിൽ അവ ഉടക്കിക്കിടക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും
ഈ നക്ഷത്രം ഉദിക്കുന്നത് കാണാൻ സാധിക്കാത്ത ദുർഭകരല്ലേ. പണ്ടൊരു ചേട്ടൻ പറഞ്ഞതാ, ധ്യാനമൊക്കെ കഴിഞ്ഞൊന്ന് പിടിച്ചു നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നക്ഷത്രം കണ്ട് കയറിയത്. അവിടെ ബാറിൽ ഒരുപാട് നക്ഷത്രങ്ങൾക്കും ഉണ്ട് ഒരുപാട് പേരുകൾ കച്ചവടക്കാരിടുന്നുണ്ട്, ഏറ്റവും പുതിയ സിനിമയുടെ തുടക്കം. അപ്പോൾ നക്ഷത്രം കണ്ട് നോക്കി നിന്ന് ഒറ്റ ഓട്ടം എങ്ങോടാ, അത്രയും നാളത്തെ പിടിച്ചു നിന്നിപ്പോൾ എല്ലാം തകർത്ത് കളഞ്ഞു, വീണ്ടും കുടിക്കാൻ വേണ്ടി നശിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ തിരുസ്വരൂപങ്ങളെല്ലാം മദ്യലഹരിയിൽ, ക്രിസ്മസിൻ്റെ ദിവസം എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഭർത്താവ് എല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞു. പൊഴുത്ത തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ, 2 മക്കളുണ്ട്. വേറൊരു സഹോദരി പറഞ്ഞു, എന്നെയും മക്കളെയും കൂടെ അപ്പനെ വെളുപ്പിച്ച് അപ്പൻ്റെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നോയമ്പ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ ഇങ്ങനെയാണ് 4 കാലിൽ നടക്കുന്ന സഹോദരന്മാർ. കുടുംബത്തിൻ്റെ ആ കടിഞ്ഞാൺ പിടിക്കേണ്ടവർ ദുർമാതൃകകൾ കൊടുക്കുന്ന അവസ്ഥകൾ. അവസാനം കിഡ്നിയും ചങ്കും കരളും എല്ലാം വെള്ളമായി. ഈ ആട്ടിവിട്ടവരും പുറത്തിറക്കി വിട്ടവരെല്ലാം കണ്ണുനീരോടെ നിന്ന് സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട, അവർക്ക് വേണ്ടി യാചിക്കേണ്ട എത്രയോ ജീവിതങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാക്ഷ്യം നിന്ന അവസരങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരിക്കലും. കർത്താവെ, കരുണ ഉണ്ടാണ് എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പല കുടുംബങ്ങളിലും സമാധാനത്തിൻ്റെ ഈ തിരുനാളിന് പകരം ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ തീരുന്നുണ്ടോ? ഇനി നമ്മുടെ പ്രശ്നങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും എപ്പോഴും നോക്കി നിരാശപ്പെടുന്ന അവസ്ഥകൾ, ജഡിക താല്പര്യങ്ങൾ, അമിതമായ ജീവിത വ്യഗ്രതകൾ, ഇവ വഴി സ്വർഗത്തിലേക്ക് നോക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ? തിരക്കല്ലേ, തിരക്കോട് തിരക്ക്. ആ ചിട്ടകളും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധ കുർബാന ഇല്ല, ഒരുക്കമില്ല, വിശുദ്ധിയില്ല. മനുഷ്യരുടെ എപ്പോഴും ഫോണും പിടിച്ച് അതിലും കുത്തി, എപ്പോഴും ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ പോലും എന്തെങ്കിലും അനക്കം കെട്ടിയാൽ അപ്പോൾ എടുത്ത് നോക്കും. എന്തൊരു ശ്രദ്ധയാണ്. കൂടപ്പറപ്പങ്ങളുടെ കാര്യത്തിലും ജീവിതപങ്കാളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിൽ പോലും ആ ഒരു ശ്രദ്ധയും താല്പര്യമില്ല. ഇനി പങ്കാളിയും മക്കളും ഇരിക്കേണ്ട സ്ഥലത്തും മറ്റു പലതിനെയും അശ്ലീല ചാറ്റിങ്ങും ചീറ്റിങ്ങും തെറ്റായ ബന്ധങ്ങളും പല കുടുംബ ജീവിതങ്ങളുടെ അടിത്തറ തകർത്തുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും അവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അഡിക്റ്റായിപ്പോയി. OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. മദ്യവും കഞ്ചാവും ലഹരിയൊക്കെ കിട്ടുന്നവർക്ക് അത് കിട്ടാത്തതിൻ്റെ 4 ഇരട്ടി 10 ഇരട്ടി ഭ്രാന്തായിരിക്കും. അവർക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടൊരു തിരിച്ചറിവ് തരണമേ എന്ന് രക്ഷകനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ അടുത്തുകൂടി ആരാ പോയത്, ആരാ എന്തോ പറഞ്ഞത് ഒന്നും കേൾക്കാത്ത, തിരിച്ചറിയാത്ത അവസ്ഥയാണ്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ, തിരിച്ചു മറുപടി പറയാൻ പോലും പറ്റാത്ത നിസ്സംഗതയിലേക്കും മരവിപ്പിലേക്കും തള്ളി വീണിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നക്ഷത്രം മാത്രമേ നമ്മളെ രക്ഷകൻ്റെ പുൽത്തൊട്ടിലേക്ക് നയിക്കുകയുള്ളൂ. ഇന്ന് പല നക്ഷത്രങ്ങളുടെ, പല സ്റ്റാറുകളുടെയും പുറകെ പോകും. സ്റ്റാറുകൾ പലതും പൊലിഞ്ഞു പോയി. സ്റ്റാറുകൾ പലതും എത്തിക്കാൻ പാടില്ലാത്തടത്താണ്. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിലാണ് ഈ നക്ഷത്രങ്ങൾ കണ്ണിൽപ്പെടുന്നത്. ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ, ശൂന്യതകളുടെ എല്ലാം രാത്രിയിൽ, ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളുടെ ആ കൂരിരുട്ടിൽ മിന്നിത്തിളങ്ങുന്ന പലതിനെയും ക്രിസ്തുവിൻ്റെ നക്ഷത്രമായി നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയുണ്ട്. കാമുകനിൽ, കൂട്ടുകാരനിൽ, ഫോൺ വീഡിയോയിൽ എല്ലാം ഇതാ പലരും കുടുങ്ങിക്കിടക്കുകയാണ്. ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളുടെയും ശൂന്യതകളുടെയും രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന പലതിനെയും ക്രിസ്തുവിൻ്റെ നക്ഷത്രമായി തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയുണ്ട്. ഇതല്ലേ സത്യം? മിന്നിത്തിളങ്ങുന്ന പലതിൻ്റെയും. വിവാഹം വേണ്ടെന്ന് വെച്ചു. ആരെ തോപ്പിക്കാൻ? ആർക്കു വേണ്ടിയാ? ഇഷ്ടപ്പെട്ടവനെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. ആർക്കു വേണ്ടി? ഇനിയും ഒരു ഒരു തിരിച്ചറിവുണ്ടായിക്കൂടെ? രക്ഷകനിലേക്ക് കടന്നു പോവാം. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങളിലും അല്ലെങ്കിൽ പക്വതയാണെന്ന് ഭാവിച്ച് എടുത്ത കാര്യങ്ങൾ. ഇതാ പലരോടും പറയും ഒന്നുമില്ല എന്ന് പറയും. അവസാനം 58-ാം വയസ്സിലും 48-ാം വയസ്സിലും ബ്രദറെ
ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഒന്നും വേണ്ട, ഒരു അന്തിക്കൂട്ട് എന്ന് പറഞ്ഞു വരുന്ന, ഇപ്പോൾ മക്കളുടെ വിവാഹം നടക്കാതെ പൊലിഞ്ഞു പോയ എത്രയോ മാതാപിതാക്കളുടെ ജീവിതങ്ങൾ. കാരണം വാശിയ പറയുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അവർ പലരും അടങ്ങി ഒതുങ്ങി ജീവിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കണ്ണുനീരോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും അനാവശ്യമായ ദുർവാശിയും നിർബന്ധ ബുദ്ധിയെല്ലാം നമ്മുടെ ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? പശ്ചാത്തപിച്ച് മനസാന്തരപ്പെട്ട് നമുക്ക് പുൽക്കൂടിനടുത്തേക്ക് പോകാം. രക്ഷകനെ നമുക്ക് സ്വന്തമാക്കാം. യേശുവിനെ നമുക്ക് കാണാം, കണ്ണു തുറന്ന് കാണാം. ഇതാ നക്ഷത്രം കണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന പൂജരാജാക്കന്മാരെ പോലെ മറ്റുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഈശോയിലേക്ക് നയിക്കുന്നവരായി നമുക്കും തീരാം. അതുപോലെ ദൈവം നയിക്കുന്ന വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനങ്ങൾ, നമ്മുടെ ദുശീലങ്ങളും പാപവഴികളും എല്ലാം വിട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും യഥാർത്ഥ ക്രിസ്മസ് അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി. ഹാപ്പി ക്രിസ്മസ്.